തലയാഴത്ത് വൈക്കം താലൂക്കിൽ തലയാഴം എന്ന ഗ്രാമപ്രദേശത്തുള്ള കളപ്പുരയ്ക്കൽ മഠത്തിലാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇവിടെ ഞങ്ങളിന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിത്വത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. വനിതാ ആർട്ടിസ്റ്റ്, തബലയിൽ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ അനവധിയാണ്. ഞാൻ നിങ്ങൾക്ക് വളരെ ബഹുമാനത്തോടെ അഭിമാനത്തോടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് രത്നശ്രീ രാമചന്ദ്ര അയ്യർ. രത്നശ്രീ രാമചന്ദ്ര അയ്യർ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വനിതാ തബല ആർട്ടിസ്റ്റാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി തബലയിൽ PG എടുത്ത ആദ്യത്തെ ആൾ നമ്മുടെ ബഹുമാന്യായ, നമ്മുടെ അഭിമാനമായ രത്നശ്രീയാണ്. കേരള സംഗീത നാടക അക്കാദമി ആദ്യമായിട്ട് തബലയ്ക്ക് അവാർഡ് കൊടുത്ത് അത് കിട്ടിയത് രത്നശ്രീക്കാണ്. ഇങ്ങനെ അനവധി അവാർഡുകളും ഒക്കെ വാരിക്കൂട്ടിയിട്ടുള്ള രത്നശ്രീ ഇപ്പോൾ അദ്ദേഹം നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സയൻസ് ഓഫ് തബല എന്ന സബ്ജക്റ്റിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അദ്ദേഹത്തിലേക്ക് സ്വാഗതം.
രചന കായിദ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കായിദ എന്ന് പറയുന്നത് ഉറുദു വാക്കാണ്. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം നമ്മളുടെ ഏത് ഭാഷയിലും ഉള്ളതുപോലെ തബലയുടെ ഭാഷയിലും അതിൻ്റെതായ രചനകൾ ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ ഒരു ഭാഷയിൽ കഥ, കവിത എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയുള്ള പലതരത്തിലുള്ള രചനകളാണ് തബലയുടേതായിട്ടുള്ള ഭാഷയിൽ വരുന്നത്. അതിൽ കായിദ എന്ന് പറയുന്നത് ശരിക്കും ഒരു കവിതയ്ക്ക് സമാനമാണ്. അതായത് അതിൻ്റെ ഒരു ബേസ് വെച്ച് അതിൽ വർണ്ണിച്ച് വായിച്ച് വരുന്ന ഒരു രചനയാണ് കായിദ എന്ന് പറയുന്നത്. അത് ഉറുദു വേർഡാണ്. അതിന് നിയമം എന്ന അർത്ഥമാണ് വരുന്നത് കായിദ എന്ന വാക്കിന്. ഇപ്പോൾ വായിച്ച രചന എൻ്റെ ഗുരുനാഥനായ പണ്ഡിറ്റ് അരവിന്ദ് മോൾഗോൺകർ അദ്ദേഹത്തിൻ്റെ ഒരു രചനയാണ് ഇപ്പോൾ വായിച്ചത്. ഇനി വായിക്കുന്ന രചനയുടെ പേര് കായിദ രേല എന്നൊരു രചനയാണ്. ഇത് ലക്നൗ ഘരാനയുടെ ട്രഡീഷണലിൽ വരുന്ന ഒരു കോമ്പോസിഷനാണ്. മാഡം ഇത്രയും കാലം ഈ തബല എന്ന് പറയുന്നത് വളരെ അസുലഭമായിട്ടുള്ള ഒരു സംഗീത മേഖലയാണ്. ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്? ഇതിലേക്ക് ആവശ്യപ്പെടുന്ന സാധ്യത എന്താണ്? അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു ജ്യേഷ്ഠ ഡാൻസറായിരുന്നു. അന്ന് ഫോക്ക് ഡാൻസിൻ്റെ കൂടെ സാധാരണമായിട്ട് തബല ഉപയോഗിച്ചിരുന്നു. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ തബല അങ്ങനെ വീട്ടിൽ കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിനുള്ളൊരു താല്പര്യം ഉണ്ടായിട്ട് തന്നെ വായിച്ചു തുടങ്ങി. അതിനുശേഷം എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ അദ്ദേഹം ഒരു സെറ്റ് തബല വാങ്ങിയിരുന്നു എൻ്റെ താല്പര്യമായിട്ട്. അങ്ങനെ അത് കണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ വായിക്കുന്നതാണ്. അന്ന് ആദ്യ ഗുരുനാഥനാണ് ചേട്ടൻ്റെ ഡാൻസിൻ്റെ കൂടെ വായിച്ചത്. എത്ര വർഷമായി പ്രാക്ടീസ് ചെയ്തു? പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 20 വർഷത്തിന് മേലായി. 20 വർഷമായിട്ട്. ശരി. സ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. സ്കൂളിലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നോ? അതെ അതെ പങ്കെടുക്കുന്നുണ്ട്. ഡാൻസിനോട് താല്പര്യമുണ്ടോ? ഇല്ല. ഡാൻസാണ് ആദ്യം പഠിച്ചത്. പക്ഷെ അതിനോട് താല്പര്യം ഉണ്ടായിട്ടില്ല. അല്ല, ഈ തബലയോട് താല്പര്യം തോന്നാൻ കാര്യം പ്രത്യേകത അതിന്റെ അർത്ഥം കൊണ്ടാണോ? അങ്ങനെ നമ്മൾ തോന്നിപ്പിച്ചല്ല, അത് നമ്മൾ കണ്ടും കേട്ടും അതിനോട് താല്പര്യം തന്നെ വായിച്ചു തുടങ്ങിയതാണ്. അത് ശരി. ഏതൊക്കെ ഈ തബലയിലെ എന്തൊക്കെ ബിരുദങ്ങൾ നേടിയിട്ടുണ്ട്? തബലയിൽ ആദ്യം ഞാൻ ഡിപ്ലോമയാണ് ചെയ്തത്. ആദ്യം കുറെ വർഷക്കാലം ആദ്യ ഗുരുനാഥന്റെ കീഴിൽ പഠനം തുടർന്നു. അതിനുശേഷം ആരായിരുന്നു ഗുരു? കാരിക്കോട് ചെലമ്പൻ മാസ്റ്റർ. അദ്ദേഹം തന്നെ ഒരു 6 വർഷത്തിന് ശേഷം വേറൊരു ഗുരുനാഥനെ കണ്ടെത്തി പഠിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെയാണ് വേറൊരു ഗുരുനാഥനെ ഹൈദരാബാദിൽ നിന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വഴി പരിചയപ്പെടുത്തി. അപ്പം അങ്ങനെ സാറാണ് പറഞ്ഞത് ഹൈദരാബാദിൽ ഡിപ്ലോമ ചെയ്യാമെന്ന് പറഞ്ഞു.
അങ്ങനെ അവിടെ ഹൈദരാബാദിലെ പോട്ടി ശ്രീരാമുലു തെലുങ്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തബലയിൽ ആദ്യം ഡിപ്ലോമയാണ് നേടുന്നത്. അതിനുശേഷം ഡിഗ്രി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അന്വേഷിച്ചപ്പോഴാണ് വിശാരദം എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ച്, അതിനാണ് കേരളത്തിൽ സെൻറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം സെൻറ്ററിൽ വിശാരദ് കംപ്ലീറ്റ് ചെയ്തു. അത് പ്രൊഫസർ മനോഹർ കേഷ്കർ എന്ന ഗുരുനാഥിൻ്റെ കീഴിൽ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം സാറ് തന്നെ MAക്ക് പഠിക്കാനായിട്ട് ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പോൾ സാറ് തന്നെ അതിന് കൊലാപ്പൂർ ശിവാജി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ളൊരവസരം ഒരുക്കി തരുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സംഗീതത്തിന്റെ അല്ലെങ്കിൽ ഈ കലയുടെ പുറകെ കുറെ വർഷങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ താമസിച്ചു അല്ലേ? അതിനേക്കാളും മുമ്പ് ആദ്യം ഞാൻ MSc കെമിസ്ട്രിയാണ് ചെയ്തത്. MSc PG കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് പോയത്. ഓ അത് ശരി. PG കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതെവിടെയായിരുന്നു? കേരള യൂണിവേഴ്സിറ്റിയില്ല, അത് അഞ്ചിലോ? ദേവസ്വം ബോർഡ് കോളേജ് തലവറപ്പുറമ്പ്. തലവറപ്പുറമ്പില്ല MSc കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് പിന്നെ ജോലിക്കൊന്നും ശ്രമിച്ചില്ല? അത് കഴിഞ്ഞ് വർക്ക് ചെയ്തു. ഞാൻ ആദ്യം സെന്റ് സേവിയർസ് കോളേജിൽ 1 വർഷം വർക്ക് ചെയ്തു. ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്തു. പിന്നെ എൻട്രൻസ് കോച്ചിങ് കുറേയധികം. അതിനൊക്കെ ശേഷമാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തമിഴിലേക്ക് വന്നത്. കുറച്ച് വൈകിയാണ് വരുന്നത്, സീരിയസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇപ്പൊ എന്തായാലും ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ഇപ്പൊ നിലവിൽ തബല തന്നെയാണ് പ്രൊഫഷണൽ. ഇതിലൂടെ തന്നെ പോകണം എന്തെങ്കിലും എയിം, ആത്യന്തികമായ ലക്ഷ്യം എന്തെങ്കിലും ഉണ്ടോ ഈ മേഖലയില്? ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇതിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇതിൽ നിന്ന് ഈ ഉപകരണം കൊണ്ട് നമ്മൾ സമൂഹത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നൊരു വിഷയമാണ് ഇപ്പോൾ തിരിച്ചെടുക്കുന്നത് അല്ലേ? അപ്പൊ ഇതൊരു ഉപജീവന മാർഗമാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഉപജീവന മാർഗം എന്നുള്ളതല്ല അത് ശരിക്കും. അതോ കലയോടുള്ള താല്പര്യം? അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു കാര്യം ഇപ്പൊ ഒരു ജോലി വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഠിക്കുന്നതും അതല്ലാതെ പഠിക്കാൻ വേണ്ടി നമ്മള് അതിന്റെ ഡെഡിക്കേഷൻ അതിലേക്കുള്ള പഠിക്കാൻ വേണ്ടി അത് ചെയ്തോണ്ടിരുന്നു. പിന്നീട് അതൊരു ജോലിയായി മാറിയതാണ്. അല്ലാതെ നമ്മളതൊരു ജോലിയായിട്ട് എടുക്കുന്നില്ല. അപ്പൊ ഇതിന്റെ പഠിത്തത്തിന് സൗകര്യത്തിന് വേണ്ടിയാണോ മറ്റു പ്രൊഫഷനിലേക്ക് പോകണ്ടെന്ന് വെച്ചേ? ഞാൻ ക്ലാസ് എടുത്തോണ്ടിരുന്ന സമയത്ത് തൊണ്ടയ്ക്ക് ഒരു ചെറിയ സുഖമില്ലാതെ വന്നിരുന്നു. അതായത് ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ട് വോക്കൽ കോഡ് ബൾജ് ചെയ്യുന്നൊരു. അപ്പൊ അങ്ങനെ ഡോക്ടർ പറഞ്ഞു കുറെ കാലത്തേക്ക് ക്ലാസ് ഒഴിവാക്കേണ്ടി വരും എന്ന് പറഞ്ഞ സമയത്താണ് ഞാനപ്പോൾ കൂടുതൽ പ്രാക്ടീസിലേക്കൊക്കെ വരാൻ തുടങ്ങിയത്. പിന്നീട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നാച്ചുറൽ പ്രോസസ്സായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേ പറയാൻ പറ്റുള്ളൂ. അവിടെ ജയചന്ദ്രൻ എന്ന് പറയുന്ന സാർ. നമ്മുടെ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളുണ്ടോ? ഉണ്ട്. ഇപ്പൊ അവിടെ ഒരു ഇന്റർ യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ 2015 കൂടിയാണ് ഓപ്പൺ ആയത്. അപ്പോൾ അതിലന്ന് എൻ്റെ ഒരു സാറായിരുന്നു അവിടുത്തെ രജിസ്ട്രാർ, MR ഉണ്ണി എന്ന് പറയുന്ന സാറായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ ഈ സംഗീതം കല തുടങ്ങിയപ്പോൾ ദൈവദത്തമാണെന്ന് അതിലൊരു ഭക്തിയുടെ ഒരു പരിസരം പൊതുവെ പറയാറുണ്ട്. നാടകത്തിന്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായും അങ്ങനെ തന്നെയാണത്. ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് ഈശ്വരൻ എന്നുള്ള പറയുന്നു. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ വസിക്കുന്ന എന്നാണ് അതിന്റെ യഥാർത്ഥമായ ഒരു മീനിങ് പറയുന്നത്. അപ്പൊ അതിനെ തിരിച്ചറിയാനുള്ള ഒരു വഴി ആണ്. പക്ഷേ TM കൃഷ്ണ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് സംഗീതത്തെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞത് സംഗീതത്തിൽ ഭാഷയില്ല, അതതിൻ്റെ റിത്തത്തിലും അതിൻ്റെ ഈണത്തിലുമാണ് അതിന് ഭംഗി. അപ്പോൾ അതുകൊണ്ട് അതിന് ആ തരത്തിലുള്ള ഒരു ആത്മീയത കൽപ്പിക്കുന്നതിൽ അർത്ഥമില്ലാന്ന് TM കൃഷ്ണ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതേക്കുറിച്ച് പറയുന്നത്? ഭാഷയില്ല എന്ന് പറയാനില്ലല്ലോ. ഈ സംഗീതം എല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ഭാഷയിലൂടെയാണ്. ഇപ്പൊ ഞാൻ തബല വായിക്കുന്നത് ഭാഷയിലൂടെയാണ്. പക്ഷെ തബലയ്ക്ക് സ്വന്തമായ ഭാഷയില്ലല്ലോ? ഉണ്ടോ? തബലയുടെ ഭാഷയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് വ്യത്യസ്ത ഏത് ഭാഷയിലാണെങ്കിലും ഇതിന്റെ ഭാഷ ഒന്നല്ലേ? അതെ, അത് തബലയുടെ ഭാഷയാണ്. അതേ ഉള്ളൂ. അതെ, അല്ലാതെ ഇപ്പൊ നമ്മള് ഓരോ സ്ഥലത്തും ചെല്ലുന്ന പോലെയുള്ള വ്യത്യാസമല്ല. തബലയ്ക്ക് തബലയുടേതായിട്ടുള്ള ഒരു ഭാഷയുണ്ട്. ആ ഭാഷയില്ലാതെ നമുക്കത് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാഡത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? അതിലേക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തിലേക്ക് എങ്ങോട്ടേക്ക് എന്നുള്ളതാണ്. അതിലിപ്പോ എന്താ വെച്ചാൽ പലരും ഈ സംഗീതത്തിന് തന്നെ പല ഇതായിട്ടാണ് കാണുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതം, കർണാടക സംഗീതം, അതുപോലെ വെസ്റ്റേൺ മ്യൂസിക്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എൻ്റെ ഗുരുനാഥൻ ട്രൈ ചെയ്തത് അങ്ങനെയല്ല. എല്ലാ സംഗീതവും ഒന്നായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ റീസെൻ്റായിട്ട് ഞാനിപ്പോൾ കർണാടക സംഗീത പദ്ധതിയിലെ 35 താളങ്ങൾ നമ്മൾ വായിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ എല്ലാത്തിലും എല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ പഠിക്കുന്ന ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണെങ്കിലും അതിനെ നമ്മളങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണേണ്ടതില്ല. എല്ലാത്തിലും എല്ലാം ഉണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മളതിനകത്ത്.